ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ്എഫ്ഐ വെല്ലുവിളിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും. ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിലാണ് 3 ദിവസം ഗവർണർ തങ്ങുക. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിലും സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കാനെത്തുന്ന ഗവർണർ എസ്എഫ്ഐയുടെ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ താമസം സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയായിരുന്നു. വൈകിട്ട് സർവകലാശാലയിലെത്തുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എസ്എഫ്ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിന് അകത്തും പുറത്തും ഒരുക്കിയിരിക്കുന്നത്. എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഗവർണർ അവിടെ എത്തുന്നു. നാളെ ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു. മറ്റന്നാൾ മുതൽ 3 ദിവസം ഇത്തരത്തിൽ ക്യാമ്പസിൽ ഉണ്ടാകുമെന്ന് ഗവർണർ വ്യക്തമാക്കിയ സാഹചര്യമാണ് ഉള്ളത്. എന്ത് പ്രതീക്ഷിക്കണം? വെല്ലുവിളിച്ച് ഗവർണർ എത്തുന്നു, ഒപ്പം തന്നെ എസ്എഫ്ഐയും അതേ നിലപാട് തുടരുന്നു. രഞ്ജിനി, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് ഗവർണർ ചൂട്ടുപിടിക്കുന്നു എന്ന ആക്ഷേപവുമായാണ് എസ്എഫ്ഐ ഗവർണർക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കാലിക്കറ്റ് സർവകലാശാലയിലടക്കം സെനറ്റ് മെമ്പർമാരായി RSS ബന്ധമുള്ള ആളുകളെ ഗവർണർ നേരിട്ട് നിയമിക്കുന്നു. സർവകലാശാലയും സർക്കാരും ഒന്നും നൽകുന്ന പട്ടിക കണക്കിലെടുക്കാതെ സ്വന്തം രീതിയിലുള്ള പട്ടികയുമായി ഗവർണർ മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളെ അനുവദിക്കാനാവില്ല എന്നാണ് എസ്എഫ്ഐ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെ അത്യന്തം പ്രകോപനം ഉയർത്തുന്ന രീതിയിൽ ഗവർണർ തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറക്കി ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് എസ്എഫ്ഐ ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ കാറിന് കേടുവരുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് വിടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലും ഗവർണർക്കെതിരെ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. സംസ്ഥാനത്തെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്കാണ് എസ്എഫ്ഐ എത്തിയത്. ഇതിന് പിന്നാലെയാണ് എസ്എഫ്ഐയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്തുക മാത്രമല്ല 3 നാൾ തങ്ങുകൂടി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട്ടെ പരിപാടികൾ എത്തുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ള കോഴിക്കോട് ഗസ്റ്റ് ഹൗസുകൾ അടക്കമുള്ള ഇടങ്ങളുണ്ട്. അവിടെ നിന്നുള്ള താമസമൊക്കെ ഒഴിവാക്കി സർവകലാശാല ക്യാമ്പസിന് ഉള്ളിലെ ഗസ്റ്റ് ഹൗസുകളിൽ താമസിച്ചുകൊണ്ട് എസ്എഫ്ഐയെ നേരിടാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:00 കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗവർണർ എത്തുന്നത്. അതിനുശേഷം റോഡ് മാർഗം ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തും. തുടർന്ന് ഇന്ന് രാത്രി ക്യാമ്പസിൽ തങ്ങിയ ശേഷം രാവിലെ ഗവർണർ പാണക്കാട് കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കോഴിക്കോട് സ്വപ്ന നഗരിയിലെ ആളിലേക്ക് പോവും. അവിടെ നിന്നും വിവാഹ ചടങ്ങ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും സർവകലാശാല ക്യാമ്പസിൽ അദ്ദേഹം എത്തും. മറ്റന്നാൾ തിങ്കളാഴ്ച ഗവർണർ പങ്കെടുക്കുന്ന സനാതന ധർമ്മ ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറുണ്ട്. ആ സെമിനാർ ചടങ്ങിൽ 2:30 ഗവർണർ പങ്കെടുക്കുകയും ചെയ്യും. അതായത് ഇന്നും നാളെയും മറ്റന്നാളും സർവകലാശാല ക്യാമ്പസിൽ തന്നെ ഗവർണർ ഉണ്ടാവും. ഈ നിലവിലെ ഈ എസ്എഫ്ഐയുടെ സമരപ്രഖ്യാപനവും ഗവർണറുടെ മറുപടിയുമെല്ലാം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ ക്യാമ്പസിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല. ഏതാണ്ട് 6 സിഐമാരെയും 300ഓളം പോലീസുകാരെയും ഗവർണർ സുരക്ഷയ്ക്കായി നിയോഗിക്കും എന്ന് നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നു. എയർപോർട്ടിൽ എത്തുന്ന സമയം മുതൽ ക്യാമ്പസിലേക്കുള്ള വഴികൾ, ക്യാമ്പസിന്റെ വിവിധയിടങ്ങൾ, ഹോസ്റ്റലിന്റെ ഭാഗം, മറ്റേ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന ഇടങ്ങൾ, മറ്റ് ഓഡിറ്റോറിയം അടക്കമുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കും. കാരണം എസ്എഫ്ഐക്ക് നിർണായകമായ സ്വാധീനമുള്ള ക്യാമ്പസിൽ വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും എസ്എഫ്ഐയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. സർവകലാശാല യൂണിയൻ ഭരണം, ഒപ്പം ഈ സ്റ്റുഡന്റ് യൂണിയൻ, ഈ ക്യാമ്പസിൽ സ്റ്റുഡൻസ് യൂണിയൻ എന്നിവയൊക്കെ ഭരിക്കുന്നത് എസ്എഫ്ഐ തന്നെയാണ്. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിക്കാനുള്ള ഒരു നിലപാടാണ് എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഏത് തരത്തിലാണ് സമരം നടത്തുന്നതെന്ന് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിഷേധിക്കുമെന്ന് എസ്എഫ്ഐ വ്യക്തമാക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ക്യാമ്പസിൽ തന്നെ താമസിക്കുമെന്ന നിലപാടിൽ ഗവർണറും ഉറച്ചു നിൽക്കുന്നു. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ CPM വിദ്യാർത്ഥി സംഘടനയായ എസ്എഫ്ഐയുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അധ്യാപകരും സർവകലാശാല ജീവനക്കാരും ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും. ചാൻസലർ പദവിയുടെ ഔന്നിത്യം കാത്തുസൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്.